എങ്ങനെയുണ്ടാ സ്ഥലം എങ്ങനെയുണ്ടാ ഷെമി? അപ്പോൾ കാര്യം നമ്മൾ ഫിഷ് മാർക്കറ്റിലോട്ട് ചുമ്മാ കയറിയിട്ടുണ്ട്. എന്താ അവസ്ഥ നോക്കാം. കുറേ സംഭവങ്ങളുണ്ട്, കുറേ നമുക്ക് ഇവിടെ ഫുള്ള് ഫിഷ് മാർക്കറ്റ് കാര്യങ്ങളാണ്. മീനുകളും കാര്യങ്ങളും സാധനങ്ങൾ നോക്കിയിട്ട് പൈസ കൊടുത്താൽ മതി എന്ന് പറയുന്ന കാര്യം. നമ്മൾ ഇവിടെ നിന്ന് മീൻ എടുക്കുവാണെങ്കിൽ ഇവിടെ എല്ലാ മീനും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ വില കുറവാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു മീന് 30-35 ആ റേഞ്ചൊക്കെ വരും. 100 നമ്മളെ സീ ബ്രീമൊക്കെ ആണെങ്കിൽ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് ഗ്രില്ല് ചെയ്യാൻ കൊടുക്കാം. അതാണെങ്കിൽ നമ്മൾ ടേബിൾ ചാർജ്, സർവീസ് ചാർജ് കൊടുത്താൽ മതി. പക്ഷേ അവിടെ നിന്ന് നമ്മൾ മേടിക്കുമ്പോൾ 60 ദിർഹംസ് അങ്ങനെ കുറച്ച് റേറ്റ് കൂടും. അപ്പം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇവിടെ വരിക, മേടിക്കുക, അങ്ങോട്ട് പോകും. അവിടെ ആണെങ്കിൽ ടേബിൾ ചാർജ് കാര്യങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ അവന്മാർ പർച്ചേസിന് നോക്കുന്നുണ്ട്, ഫിഷ് നോക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് അവിടെ ഹമൂറുണ്ട്, പക്ഷേ സംഭവം കുറച്ച് ചെറുതാണ്. അപ്പോൾ നമ്മൾ ഒരു വലുത് തപ്പി ഇറങ്ങിയതാണ്. കുറച്ച് വലിയ സാധനം കിട്ടുവാണെങ്കിൽ നൈസായിരിക്കും. ഹമൂറും ശരിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അത് 30 ദിർഹംസാണ് പറയുന്നത്. 30 ദിർഹംസ് എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. ഒരു വലിയ ഹമൂർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് എത്രയാണെന്ന് നോക്കണം. 7.5 അവൻ 30 രൂപ കൂണ് മണങ്ങ് സാധനമല്ലേ പറഞ്ഞത്. 50, 40. For 40 is okay bro. 40. This one give me in good price brother. Give me good price. This one is okay for us. No, I mean how much last how much? 70. ഷമി വേറെ ചേട്ടാ കൊടുക്ക്. ഓയ് ലാസ്റ്റ് ബ്രദർ ദാറ്റ് ഈസ് 3 fish. This is only 1 fish. എടാ ഇതിനെ കവറില് ഇല്ല അതാ എവിടെ പോയത്? ഇത് അത് വേണ്ട കുറിച്ചൊക്കെ കിട്ടിയതാ. ഞണ്ട കണ്ടോ വേറെ ലെവലോട്ട്. എന്ത് വലിയ ഞണ്ടെന്നറിയോ? ഓ നൈസ് വേറെ ലെവല്. ആയിവാ ഇവരുള്ളയോ? എല്ലാവരും ഇവിടെ ഉള്ള കേട്ടോ. അത് പറ കൊടുക്ക്. അവൻ കൊടുത്തില്ല, സാധനം കൊടുക്ക്. കൊടുത്തു. നമ്മുടെ സാധനം ഇപ്പോൾ വരും. സാധനം എവിടെ? അത് ഗ്രിൽ കട്ടിങ് ബ്രോ. ഗ്രിൽ സെയിം യാ ഗൈസ്. പുള്ളി നമുക്ക് ഒരു 60 രൂപയ്ക്ക് തന്നു. 75 പറഞ്ഞിട്ട് അപ്പോൾ ലാസ്റ്റ് പറഞ്ഞിട്ട് 65 രൂപയ്ക്ക് തന്നു. അല്ല 60 രൂപയ്ക്ക് തന്നു. 75 പറഞ്ഞു. ഫൈനലി പുള്ളി പറഞ്ഞിരിക്കുകയാണ് നമുക്ക് കട്ട് ചെയ്ത് തരാം. ഓക്കെ, കട്ടിങ് ഫ്രീ. താങ്ക് യു. ലാസ്റ്റ് കട്ടിങ് പുള്ളി ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോയിട്ട് ഓക്കെ ഗീവ് മീ ഗുഡ് ഓഫർ അവർ കസ്റ്റം. അപ്പോൾ ഗൈസ് ഇവിടെ ഉണ്ടോ? ഹായ്, ഇവിടെ അടിപൊളിയാണ്. ഇവിടെ കട്ടിങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായിട്ടിരിക്കുകയാണ്. നമ്മൾ അപ്പോൾ ഇവിടെ കൊടുത്ത് കട്ട് ചെയ്ത് അതെ കട്ട്. ഇറ്റ് ഈസ് ഫോർ ഗ്രിൽ. only one. tell him yeah guys. നമുക്കിവിടെ നിന്ന് ഇതുപോലുള്ളൊരു ടോക്കൺ തരും കേട്ടോ. ഇതുപോലുള്ളൊരു ടോക്കൺ നമുക്കിവിടെ നിന്ന് തരും. അപ്പോൾ ഈ ടോക്കൺ കൊടുത്തിട്ടാണ് നമുക്ക് ഫിഷ് എടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടോ കട്ട് ചെയ്യുന്നുണ്ടോ? ഇത് ഓരോരുത്തരുടെയും പുറത്തുള്ള നമ്പറാണ്. അതായത് അവരുടെ യൂണിഫോമിൽ ഒരു നമ്പറുണ്ട്. നമ്മൾ കൊടുത്ത 51 എന്ന് പറയുന്ന ആളുടെ ആണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ പോയിട്ട് കട്ട് ചെയ്തിട്ട് വരും. അപ്പോൾ ഇതിനെ 2 കിലോ കട്ടിങ്ങിന് നമുക്ക് വന്ന വീടിന് 5 dirhams ആണ്. നമ്മൾ 5 dirhams കട്ടിങ്ങിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ബൈ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫിഷ് മേടിച്ചു. ഇനി പരിപാടി എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പോയി ഗ്രില്ലടിക്കുക, കഴിക്കുക. അവിടെ നമുക്ക് ടേബിൾ ചാർജ് കൊടുക്കണം കേട്ടോ. പിന്നെ എന്തോ സർവീസ് ചാർജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങോട്ട് എന്തായാലും പോവാം. ശരി. മാർക്കറ്റിൻ്റെ വേക്കിലുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. വേറെ ലെവലാണ് കേട്ടോ. ഇവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ദുബായ്, അബുദാബിയിലൊക്കെ ഉള്ളവർ ഇവിടേക്ക് വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. അവിടെ അടിപൊളിയാണ്. പക്ഷേ ഇവിടേക്ക് ഒന്ന് വരിക സമയം കിട്ടപ്പോഴേക്ക് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വയ്ക്കുക. ഇവിടെയൊക്കെ നെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കട വരുന്നത് ജസ്റ്റ് അവിടെ നിന്ന് മീൻ മേടിക്കുക, ഇങ്ങോട്ട് വരിക. ഓക്കെ,
നമ്മൾ ഇനിയിപ്പോൾ അവിടെ കൗണ്ടറിൽ കൊണ്ടുപോകണം. എന്തായാലും കൗണ്ടറിൽ കൊണ്ടുപോകണം. ഈ ഗിൽക്കണമെങ്കിൽ എവിടേക്കാ? ഇതാണ്. അത് നിങ്ങളല്ലേ? ആ, കൊടുത്തിട്ട് വേണം അല്ലേ? അപ്പോൾ ഇവിടെയാണ് നമ്മൾ കണ്ടോ, ഇവിടെ ഒരു കൗണ്ടറുണ്ട്. ഇവിടെ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ കൊടുക്കണം. ഓക്കെ, നമുക്കിവിടെ കൊടുത്തിട്ട് അങ്ങോട്ട് കയറണം. ഇതും അതൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ ഇവിടെയാണ് നമ്മൾ കൗണ്ടർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കണം കേട്ടോ സാധനം. നമ്മളിവിടെ നല്ല തിരക്കാട്ടോ ഇന്ന്, എന്താണെന്നറിയില്ല. ഇന്ന് അവധി ദിവസമൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കെന്നാണ് പറഞ്ഞത്. 1 മണിക്കൂറാണ് ടോക്കൺ തന്നത്. അപ്പോൾ എന്നാലും മാക്സിമം ഒന്ന് പുഷ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി. അപ്പോൾ നമ്മളൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. നല്ല ചൂട് കേട്ടോ, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ചൂടുന്നു, വിയർക്കുന്നില്ലേ? ഇതെല്ലാം കട്ടിയല്ലേ ഈ സാധനം. നമ്മളൊന്ന് കറങ്ങിയിട്ട് വരാം ഗൈസ്. നമ്മളൊരു കറക്കമൊക്കെ കഴിഞ്ഞു. ഇപ്പം കറക്റ്റ് 45 കഴിഞ്ഞു, 9:45. സോ ഇനിയിപ്പം ഇവിടെ നിന്ന് നമ്മൾ കൊടുത്ത മീൻ മേടിക്കുക, കഴിക്കുക. അപ്പോൾ ഇതാണ് കട. ഓക്കെ, നെക്സ്റ്റ് ഡോറേക്ക് ഓപ്പോസിറ്റാണ് വരുന്നത്. നമ്മുടെ ഫിഷ് മാർക്കറ്റ് എന്ന് ജസ്റ്റ് അജ്മാൻ ഫിഷ് മാർക്കറ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇതിൻ്റെ സൈഡിലായിട്ടാണ് കട വരുന്നത്. അപ്പോൾ ഈ കടയിലാട്ടോ കൊടുക്കേണ്ടത്. നിങ്ങൾ വേറെ അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇതാണ് പണ്ടേ ഉള്ള കട. ചിക്കന്മാർ ഇവിടെ മേടിക്കാനായിട്ട് നിൽക്കുവാണ്. സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റിങ്ങിനാണ്. ഇവിടെ ജസ്റ്റ് ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സലാഡ്സൊക്കെ എടുക്കുമ്പം സലാഡ്സിന് 5 dirhams, പിന്നെ സൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ സൂപ്പിന് 3 dirhams വരും കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് മേടിക്കുവാണെങ്കിൽ 1 കിലോയ്ക്ക് 75 dirhams വരുന്നത്. അപ്പോൾ ഗൈസ് കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ സാധനം വന്നിട്ടുണ്ട്. വലിയ ഫിഷാണ് കേട്ടോ, അടിപൊളി. എടുത്തോ, നൈസ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമുക്കിവിടെ അല്ലാതെ എന്തെങ്കിലും മേടിച്ചാൽ എക്സ്ട്രാ മേടിച്ച് കഴിഞ്ഞാൽ ഇതിന് പൈസ പേയ്മെൻറ്റ് ചെയ്യണം. ഇത് നമ്മൾ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പൈസ ഇല്ല, ബാക്കി എല്ലാത്തിനും എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ട്. എന്താ അവസ്ഥ? ഷെഫി തന്നെ പറയട്ടെ, ഫസ്റ്റ് റിവ്യൂ എന്താണ്? ഇവിടെ നിന്ന് എടുക്കടാ, അവിടെ അല്ലേ ചൂട്. ഷെമി പറയടാ, എന്താണ് അവസ്ഥ? ഒന്ന് കഴിച്ചു നോക്കി. പിന്നെ ഞാനെന്ന് പറഞ്ഞു, ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി മീൻ ചൂടല്ലേ? ഫിറോസിക്ക പറയുന്നതാണല്ലോ. ഫിറോസിക്കാന് ഇതൊക്കെ കിട്ടിയാണ്. വേറെ ലെവൽ കേട്ടോ. എൻ്റെ ഒരു ഫാനാണ് കേട്ടോ അവൻ, പറഞ്ഞിട്ട് കാര്യമില്ല. കേട്ടോ, മസാല രക്ഷയില്ല, വേറെ ലെവല്. കഴിച്ചു നോക്കില്ല, കൊള്ളാവോ? അങ്ങനെയുണ്ട്. എന്തോരം വലിയ മീനാണെന്തോ. ഓ, വേറെ ലെവല് കേട്ടോ. ഒരു പെറോട്ടയും കുറച്ച് മീനിങ്ങനെ അങ്ങോട്ട് കിള്ളിയിട്ട് കുറച്ച് മയോണൈസ്. മോനെ സൂപ്പർ കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി. എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ കഴിച്ചിറങ്ങി. അൽഹംദുലില്ലാ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. മീൻ സൂപ്പർ, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മീൻ മേടിച്ച് എത്രയായി? 75 എത്രയാണ് പറഞ്ഞു. നമ്മൾ 65 കൊടുത്തു. ലാസ്റ്റ് 65 മീനിന് കൊടുത്ത്. വലിയ മീനായിരുന്നു കേട്ടോ. അപ്പോൾ അത് ലാഭമാണ്. എന്തായാലും 2.5 കിലോ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ചുടുന്നതിന് 27 dirhams. അത് വെയിറ്റ് നോക്കിയിട്ടാണ് അവർ പറയുന്നത്. പിന്നെ അമൂസ് കാര്യങ്ങളെല്ലാം കൂടെ ഈ ഹോട്ടലിലായത് 55 dirhams. അത് മീൻ നിങ്ങൾ മേടിക്കണം, എന്നാൽ ലാഭമാണ്. കാര്യം ഇവിടെ 1 കിലോ ഇവർ പറയുന്നത് 75 എന്തോ dirhams ആണ്. അപ്പം അത് 2 കിലോ ആയപ്പം 150-160 ആയി. അപ്പോൾ അത് പൈസ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, അവിടെ നിന്ന് ഫിഷ് മേടിച്ചിട്ട് കൊണ്ടുവന്ന് കൊടുക്കുക, അതാണ് ലാഭം. പിന്നെ നേരെ നമ്മൾ ദുബായിക്കാണ്. ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ. നേരെ അങ്ങോട്ട് പോവാണ്. ബൈ.